നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾ ഇതൊന്ന് പഠനം നടത്തണം. എന്തിനാണ് സമസ്ത, എന്താണ് ശംസുൽ ഉലമയുടെ ആദർശ വഴി? ഓരോ തീരുമാനങ്ങളും ബിദ്അത്തിനെതിരായ തീരുമാനങ്ങൾ, വഹാബികൾക്കും മൗദൂദികൾക്കും എതിരായ പ്രമേയങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ, ഇടപെടലുകൾ, അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ, ഇതല്ലാതെ ഒരു തീരുമാനവും സമസ്തയുടെ ഈ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ കാണാൻ കഴിയൂല. പ്രത്യേകിച്ച് ശംസുൽ ഉലമയുടെ 40 കൊല്ലത്തിലധികം സെക്രട്ടറിയായി 39 കൊല്ലം അതിനു മുമ്പേ മുശാവറ മെമ്പറായിട്ടുണ്ട്. ശംസുൽ ഉലമ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾക്ക് അന്നത്തെ മുതിർന്ന ആലിമീങ്ങൾ ശംസുൽ ഉലമയെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം, ഇന്ത്യ രാജ്യത്താണ് സമസ്ത പ്രവർത്തിക്കുന്നത്. ഒരു ബഹുസ്വര രാജ്യത്ത്, ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കുഫറും ഷിർക്കും നടമാടുന്ന ഒരു രാജ്യത്ത്, ഇവിടുത്തെ ഷിർക്കിനും കുഫറിനും എതിരായ പ്രമേയങ്ങളല്ല പാസാക്കിയത്. തൗഹീദിന്റെ ആളുകളല്ലേ നമ്മൾ. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തിന് രൂപീകരിക്കപ്പെട്ടോ, ശംസുൽ ഉലമ എന്തിന് നിലകൊണ്ടോ, അത് സിറാത്തുൽ മുസ്തഖീം എന്ന വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സമസ്തയുടെ സകല തീരുമാനങ്ങളും അങ്ങനെയായിരുന്നു, സകല പ്രമേയങ്ങളും അങ്ങനെയായിരുന്നു, സമസ്തയുടെ സകല സമ്മേളനങ്ങളും അങ്ങനെയായിരുന്നു. ഓരോ സമ്മേളനങ്ങളിൽ ശംസുൽ ഉലമ വിഷയാവതരണം. എന്താ വിഷയം? തൗഹീദ്. അപ്പോൾ കോട്ടമൽ ഉസ്താദ് മറ്റൊരു വിഷയം വിലായത്തും കറാമത്തും. അടുത്ത സമ്മേളനം വരുമ്പോൾ വാണിയമ്പലം ഉസ്താദ് മൗദൂദിസം, ശംസുൽ ഉലമ വഹാബിസം. സ്വാഗതം പറഞ്ഞ് നന്ദി പറയുന്നത് വരെ ഓരോ പ്രഭാഷണങ്ങളിലും വഹാബിസം, മൗദൂദിസം, തവസ്സുല്, ഇസ്തിഗാസ, വിലായത്ത്, സ്ത്രീജുമുഅ ജമാഅത്ത്, ഖുതുബയുടെ ഭാഷ, ഇതായിരുന്നു വിഷയം. ലോകത്തന്ന് വിഷയമില്ലാത്തത് കൊണ്ടല്ല, ആഗോളതലത്തിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടും കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടല്ല. സമസ്ത പറയേണ്ടത് സുന്നത്ത് ജമാഅത്താണ്, സമസ്ത പറയേണ്ടത് ആദർശമാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. മുശാവറ യോഗങ്ങളുടെ തീരുമാനങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഒരു മുശാവറയിലെ തീരുമാനം എന്താണെന്നറിയോ? വാദപ്രതിവാദങ്ങൾ നടത്താൻ EK അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള 5-6 ആളുകളെ പേര് മുശാവറ അംഗങ്ങളെ അവരെ ചുമതലപ്പെടുത്തി. സംവാദം നടത്താൻ ഒരു സമിതി. കാരണം സംവാദം നടത്തലാണ് സമസ്തയുടെ പണി, വാദപ്രതിവാദം നടത്തലാണ് സമസ്തയുടെ പണി. ജമാഅത്തെ ഇസ്ലാമി പഴച്ച കക്ഷിയാണെന്ന് പറയലാണ്, അത് പഠിക്കാൻ വേണ്ടി സമിതിയെ നിയോഗിക്കലാണ് സമസ്തയുടെ പണി. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ സമിതി നിയോഗിച്ചു, ആ സമിതി പഠനം റിപ്പോർട്ട് കൊണ്ടുവന്നു, മുശാവറ തീരുമാനിച്ചു. അവർ പഴച്ചവരാണ്, പല ത്വരീഖത്തുകളെക്കുറിച്ചും അവർ പഴച്ചവരാണ് എന്ന് പറഞ്ഞു. ഇതിനാണ് സമസ്ത. ബിദ്ഈ കക്ഷികളെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്ത് ഇവരൊക്കെ പഴച്ചവരാണ് എന്ന് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താനാണ് സമസ്ത. അവരുടെ വികലമായ ആശയങ്ങൾ ഇതാണ് എന്ന് തുറന്നു കാണിക്കാനാണ് സമസ്ത. അല്ലാതെ സകല ബിദ്അത്തിന്റെ കക്ഷികളെയും തോളിൽ കൈയിട്ട് അവരുടെ വായിൽ ലഡു ഇട്ടുകൊടുത്ത് അവരെ മധുരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള പ്രസ്ഥാനമല്ല സമസ്ത. എന്തിനാണ് സമസ്ത ഉണ്ടായത്? എന്തിനാണ് സമസ്ത നിലകൊണ്ടത്? എന്തിനാണ് ശൈഖുനാ ശംസുൽ ഉലമ ഇവിടെ ജീവിച്ചത്? അതിൽ നിന്ന് തെന്നിമാറി പുതിയ ഉമ്മത്തിയത്ത് വാദവുമായി കടന്നു വരുന്ന ആളുകൾ മനസ്സിലാക്കണം, ശൈഖുനാ ശംസുൽ ഉലമയുടെ വഴി ഇവിടെ നിലനിൽക്കും. ശൈഖുനാ ശംസുൽ ഉലമ ഏറ്റെടുത്തത് വരക്കൽ തങ്ങളുപ്പാപ്പ ഏൽപ്പിച്ചു കൊടുത്ത വഴിയാണെങ്കിൽ ഇന്നും ആദർശ പോരാളികൾ ശൈഖുനാ ശംസുൽ ഉലമയുടെ വഴി ഇവിടെ നിലനിർത്തും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ അജയ്യനായ നായകൻ ശൈഖുനാ ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അത് നിലനിൽക്കും. ഓരോ ദിവസവും നേരം പുലർന്ന് വൈകുന്നേരം വരെ എത്ര തവണ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ റബ്ബിനോട് പറയാറുണ്ട്, റബ്ബേ വൈലാ ഹളറത്തി മുറബ്ബിൽ ജലീൽ, വൈലാ ഹളറത്തി ശൈഖി വ മുറബ്ബിൽ ജലീൽ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏത് ദുആകളിലും ഏത് പ്രാർത്ഥനയിലും സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ എൻ്റെ ശൈഖായ, എൻ്റെ മുറബ്ബിയായ, എൻ്റെ മുറബ്ബിൽ ജലീലായ ശംസുൽ ഉലമയുടെ ഹളറത്തിലേക്ക് റബ്ബേ എന്ന് അള്ളാഹുവിനോട് ഓരോ ദിവസവും എൻ്റെ മുറബ്ബിയാണ് ശംസുൽ ഉലമ റബ്ബേ, എൻ്റെ ശൈഖാണ് ശംസുൽ ഉലമ റബ്ബേ എന്ന് ഓരോ ദിവസവും റബ്ബിനോട് ദുആ ചെയ്യുന്ന സയ്യിദുൽ ഉലമയാണ് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നത്. ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദും MT ഉസ്താദും ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ
4 കൊല്ലവും അതിനപ്പുറവുമൊക്കെ ശൈഖുനാ ശംസുൽ ഉലമയുടെ തർബിയത്ത് നേടിയെടുത്ത, അവരിൽ നിന്ന് ഇൽമ് കിതാബ് ഓതി പഠിക്കൽ മാത്രമായിരുന്നില്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ഉസൂൽ അത് നേടിയെടുത്ത, അവരിൽ നിന്ന് ആത്മീയത നേടിയെടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളും ഉലമാക്കളും നേതാക്കളും അവരുടെ ശിഷ്യന്മാരും ശംസുൽ ഉലമയുടെ മക്കളും പേരക്കുട്ടികളും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന കാലത്തോളം ഈ വലിയ ആണിവേര് ഒരുപാട് താഴേക്കിറങ്ങിപ്പോയ ഏത് കാറ്റിലും കോളിലും അലയാതെ ഉലയാതെ നിലനിൽക്കുന്ന സമസ്ത എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ വടവൃക്ഷം അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ ഉമ്മത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഇന്നലെയും ഇന്നും നമുക്ക് അഭിമാനത്തിന്റെ ദിവസങ്ങളാണ്. നാസ്തികർക്കെതിരെ, യുക്തിവാദികൾക്കെതിരെ, അവരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ, അവരെ മുട്ടുമടക്കുന്ന തരത്തിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശൈഖുനാ ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യന്മാരുടെ ശിഷ്യൻ ബഹുമാനപ്പെട്ട നന്ദി ദാറുസലാമിന്റെ സന്തതി ശുഐബുൽ ഹൈത്തമിയെ പോലെ നമ്മുടെ മക്കൾ ഇന്ന് വഹാബികൾക്കെതിരെ സംവാദം നടത്തിയ നമ്മുടെ യുവ പണ്ഡിതന്മാർ ഇവരൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം സമസ്ത എന്തിനു വേണ്ടിയാണോ സമസ്തയെ സംരക്ഷിക്കാനുള്ള ചുണക്കുട്ടികൾ, SKSSFന്റെ മക്കൾ, ഇസ്തിഖാമയുടെ മക്കൾ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.